എന്റെ കിഡ്നിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്റെ കിഡ്നി അത്യാവശ്യം ആരോഗ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഈ കിഡ്നിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ വൃക്കരോഗം വരുമ്പോൾ സാധാരണ രീതിയിൽ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ചില അസുഖങ്ങൾക്ക് നമുക്ക് കാലിൽ നീര് വരാം, മൂത്രത്തിൽ നിറം വ്യത്യാസം വരാം, മൂത്രത്തിൽ പത വരാം, ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാം. പക്ഷെ പലപ്പോഴും ഇത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഒരു സിംറ്റമും തോന്നില്ല. അതേ സിംറ്റംസ് വരുന്ന സമയം കിഡ്നിയുടെ വൃക്കയുടെ പ്രവർത്തനം ഒരുപാട് ഡൗൺ ആയി കാണും, പിന്നെ നമുക്ക് വലുതായിട്ട് ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിത് ആദ്യമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ടെസ്റ്റ് ചെയ്യുന്ന 2 സാധനം, ബ്ലഡും യൂറിനുമാണ് ചെക്ക് ചെയ്യേണ്ടത്. യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ, യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ബ്ലഡിൽ ക്രിയാറ്റിനിൻ, യൂറിയ, ഈ 2 ടെസ്റ്റ് ചെയ്ത് ഈ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് വൃക്കയുടെ പ്രവർത്തനം എങ്ങനെയാണ്, വൃക്കയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. നമ്മളുടെ യൂറിന്റെ കളർ നോക്കി നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് കിഡ്നിക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ? പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ചുമന്ന കളറിലാണ് യൂറിൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ബ്ലഡ് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് കലങ്ങിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് വേദനയുടെ കൂടി കളർ വ്യത്യാസമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷെ പലപ്പോഴും നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ തന്നെ നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ തലേദിവസം നമുക്ക് ബീട്രൂട്ട് കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ബീട്രൂട്ടിലുള്ള ചില പിഗ്മെന്റ്സ് ഉണ്ട്, അത് റെഡ് കളർ ഉണ്ടാക്കാം. അതുപോലത്തെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കളർ വ്യത്യാസവും അബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഓരോ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ അസോസിയേറ്റഡ് ആയിട്ട് അതിൻ്റെ അനുബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ അത് പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ഈ കലങ്ങിയ കളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ചിലർക്ക് ഈ കഞ്ഞിവെള്ളം പോലെയൊക്കെ നമുക്ക് ആ ഒരു വ്യത്യാസം വരും. നല്ല ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള യൂറിൻ ആയിരിക്കത്തില്ല പോകുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻസിന്റെ ഒരു ലക്ഷണമായിരിക്കാം. പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ പനി ഉണ്ടാവാം, മൂത്രം പോകുമ്പോഴത്തേക്കും വേദന ഉണ്ടാവാം, കുളിരുണ്ടാവാം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾ ശരിക്കും യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ പറയാം. മനസ്സിലാക്കാം. ചില സമയത്തൊക്കെ ചില ആളുകൾക്ക് ബ്ലഡ് കാണാറില്ല യൂറിനില്. ബ്ലഡ് യൂറിനിൽ കാണുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്താ? ബ്ലഡ് വരുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ബ്രോഡായിട്ട് കാരണങ്ങൾ വിഭജിച്ച് പറഞ്ഞാൽ സർജിക്കൽ കാരണങ്ങളുണ്ടാകാം, മെഡിക്കൽ കാരണങ്ങളുണ്ടാകും. താങ്കൾ പറഞ്ഞല്ലോ കിഡ്നിയുടെ അസുഖങ്ങൾ. ഇപ്പൊ കിഡ്നിയുടെ അസുഖങ്ങൾ ബേസിക്കലി മെഡിക്കൽ കാരണങ്ങൾ കാരണം യൂറിനിൽ ബ്ലഡ് വരാം. അതുപോലെ സർജിക്കൽ കാരണങ്ങൾ കാരണം, അതായത് ഒരു സ്റ്റോൺ ഉണ്ടെങ്കിലോ, വൃക്കയിൽ കല്ലുണ്ടെങ്കിലോ, മൂത്രസഞ്ചിയിൽ കല്ലുണ്ടെങ്കിലോ, വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന നാളിയിൽ കല്ലുണ്ടെങ്കിലോ ഒക്കെ ഒരു ലക്ഷണം ഈ ബ്ലഡ് കാണുന്നതായിരിക്കാം. അതുപോലെ ട്യൂമറുകൾ ഉണ്ടെങ്കിൽ, മൂത്രസഞ്ചിയായിട്ട് ബന്ധപ്പെട്ട ട്യൂമർ ഉണ്ടെങ്കിൽ യൂറിനി ബ്ലഡ് ആയിട്ടായിരിക്കും ആദ്യമായിട്ട് തന്നെ അതൊരു പ്രസന്റേഷൻ വരുന്നത്. അതുപോലെ കിഡ്നിയിൽ ട്യൂമർ ഉണ്ടെങ്കിലോ, ബാക്കി യൂറിനറി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ ട്യൂമർ ഉണ്ടെങ്കിലും ചിലപ്പോൾ ആദ്യത്തെ ലക്ഷണം യൂറിനി ബ്ലഡ് കാണുന്നതായിരിക്കാം. അപ്പോൾ യൂറിനി ബ്ലഡ് കാണുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇപ്പോൾ യൂറിനി ബ്ലഡ് കണ്ടാൽ അത് നിസ്സാരവൽക്കരിക്കാതെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ബ്ലഡ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് പരിശോധിച്ച് കണ്ടെത്തുകയും വേണം എന്താണ് കാരണം എന്നുള്ളത്. ഇപ്പൊ ബ്ലഡ് ഒന്നും നമ്മൾ യൂറിനിൽ കണ്ടില്ല, അല്ലെങ്കിൽ കളർ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്റെ കിഡ്നിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അല്ല. മൂത്രം ഒഴിക്കുമ്പോൾ വേദന കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധാരണ ലക്ഷണമല്ല. മൂത്രം ഒഴിക്കുമ്പോൾ വേദന ശരിക്കും മൂത്രസഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രോഗലക്ഷണമാണ്. ഈ വേദന ഒന്ന് തന്നെ ബേസിക്കലി ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലാണ് വേദന ഉണ്ടാവുക. അതായത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വേദന വരാം. ഇപ്പൊ സാധാരണ ഒരു കിഡ്നി അസുഖം കാരണം പ്രധാനമായിട്ടും വേദനയൊന്നും ഉണ്ടാവത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ചിലപ്പോൾ ട്യൂമറുകൾ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഒരു മൂത്രസഞ്ചിയിൽ ഒരു വളർച്ചയുണ്ടെങ്കിൽ യൂറിനി ബ്ലഡ് വരാം. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം വേദന ഇല്ലാതെ രക്തം കാണുക എന്നുള്ളതാണ്. ഇപ്പൊ വേദന, ചില അസുഖങ്ങൾക്ക് വേദന ഉണ്ടാകാം, ചില അസുഖങ്ങൾക്ക് വേദന ഉണ്ടാകില്ല. ഇപ്പൊ വേദന ഉണ്ടെങ്കിൽ രോഗി ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തോ വലിയ അസുഖമാണെന്നായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇതുപോലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയിരിക്കും. അതായത് വലിയ ഒരു തീവ്രത ഇല്ലാത്ത ഒരു അസുഖമായിരിക്കാം. വേദന ഇല്ലാത്ത വരുന്ന രോഗങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ. എന്റെ കിഡ്നി അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിഡ്നിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ തരം ഫുഡുകളാണ് നമ്മൾ ശീലിക്കേണ്ടതെന്നാണ് ആസ് എൻ എക്സ്പേർട്ട്, ആസ് എ ഡയറ്റീഷ്യൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക? കിഡ്നിയുടെ ഹെൽത്തിനെന്ന് പറഞ്ഞിട്ടല്ല, നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പം ബാലൻസ്ഡ് ഡയറ്റ് അല്ലാതെ ഇപ്പം പ്രോട്ടീൻ കൂടുതൽ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ കൂടുതൽ വരുന്ന ഫുഡുകൾ നമ്മൾ ഓവറായിട്ട് ഭക്ഷണത്തിൽ വരുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ചാൻസ് എന്ന് പറയാൻ പറ്റും. അല്ലാതെ നോർമലി വേണ്ട എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ കാലറിക്ക് അതായത് നമ്മുടെ അസുഖമൊന്നും ഇല്ലാത്തവരാണെങ്കിലും അവരുടെ ഹൈറ്റിന് വെയിറ്റിന് അവരുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റും. ഇതല്ലാതെ വരുമ്പോഴാണ് പ്രോട്ടീനൊക്കെ കൂടുമ്പോഴായിരിക്കും നമുക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത. കിഡ്നിയെ വളരെയധികം ദോഷമായിട്ട് ബാധിക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടോ? പ്രോട്ടീൻ ഓവറായിട്ട് കഴിക്കുക,
കഴിക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോട്ടീൻ ഓവറായിട്ട് കഴിക്കുകയാണെങ്കിൽ ലോഡ് വരാനായിട്ടും അതിന് ഡാമേജ് വരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻ കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിയുമ്പോൾ എപ്പോഴും നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും. അതിൽ മീൻ, ഇറച്ചി, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ. പിന്നെ വെജ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പയറ്, കടല, പൾസസ് ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. ഇത് ഓവറായിട്ട് കഴിക്കുന്നവരുണ്ട്. ചിലരിപ്പം അവർക്ക് വേണ്ട പ്രോട്ടീൻ നോർമലി അവർക്ക് വേണ്ട ഒരു 80 ഗ്രാം പ്രോട്ടീൻ അല്ലെ 50 ഗ്രാം പ്രോട്ടീൻ വേണ്ടവർക്ക് 2 ഗ്രാം പെർ kg ബോഡി വെയിറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരട്ടി കഴിക്കുന്നവരുണ്ട്. 120 ഗ്രാം പ്രോട്ടീൻ ഒക്കെ വരെ കഴിക്കുന്നവരുണ്ട്. അത് നോർമൽ ആക്ടിവിറ്റി ആയിട്ട്. അപ്പൊ അങ്ങനെ പോകുന്നവർക്ക് ദർ ഈസ് എ ചാൻസ് എന്ന് പറയാം. ഓക്കെ. ഇതിപ്പോ ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർ പറഞ്ഞു കേട്ടില്ല, അതായത് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നത് നമ്മളുടെ കിഡ്നിയെ ചിലപ്പോൾ മോശമായിട്ട് ബാധിക്കാം എന്ന്. ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് വഴി അമിതമായിട്ടുള്ള പെയിൻ കില്ലേഴ്സിന്റെ ഉപയോഗം നമ്മളുടെ കിഡ്നിയെ വളരെ മോശമായിട്ട് ബാധിക്കുമോ? പെയിൻ കില്ലർ നമ്മൾ ചില പെയിൻ കില്ലേഴ്സ് NSAID എന്ന് പറയും, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അത് നമ്മൾ ഈ സാധാരണ യൂസ് ചെയ്യുന്ന വോവറാൻ, അങ്ങനെ എട്ടോറികോക്സിബ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇതെല്ലാം കിഡ്നിക്ക് പ്രോബ്ലം വരുത്താം. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെയിൻ കില്ലേഴ്സ് വളരെ ഇഫക്റ്റീവ് ആണ്. പിന്നെ അപ്പാർട്ട് ഫ്രം കിഡ്നി, പിന്നെ ചിലപ്പോൾ സ്റ്റൊമക്കിന് വെച്ച് പ്രോബ്ലംസ് അത്രയും റീസണബിളി സേഫ് ആണ്. എന്നാൽ ഇത് കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എസ്പെഷ്യലി കിഡ്നി പ്രോബ്ലം വരുന്നവർ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ, പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, പിന്നെ കുറച്ച് പ്രായം കൂടിയവർ, ഇവരൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ഇത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. പിന്നെ മാത്രമല്ല പെയിൻ കില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. ഒരുപാട് യൂസ് ചെയ്യരുത്. വേദന കൺട്രോൾ ചെയ്യാനായിട്ട് ഡെയിലി 3-4 എണ്ണം സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന അതും കിഡ്നി ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ NSAID ഇൻഡ്യൂസ് ഡാമേജ് വളരെ കോമൺ ആണ്, നമ്മളെല്ലാം കാണുന്നുണ്ട് റെഗുലറായിട്ട്. പക്ഷേ നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് പ്രോബ്ലം വന്ന് ഉടനെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ അത് യൂഷ്വലി റിവേഴ്സിബിൾ ആണ്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ പെയിൻ കില്ലേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെ സിനാരിയോസിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ കിഡ്നി ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് പോകാൻ, അല്ലെങ്കിൽ കിഡ്നി ഡിസീസസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയാം? നമുക്കിത് 2 രീതിയിൽ നമുക്ക് ശരിക്കും അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അസുഖങ്ങളും ഇല്ലാത്ത ഒരാൾ, നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പെയിൻ മെഡിസിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. വളരെ അൺഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഡയറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യുക. അതായത് വളരെ വെരി ഹൈ പ്രോട്ടീൻ ആണെങ്കിലോ ജങ്ക് ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ. പക്ഷെ വെരി ഹൈ പ്രോട്ടീൻ ആണെങ്കിലും കിഡ്നിയുടെ പ്രവർത്തനം നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒന്നും വലിയ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അദ്ദേഹം പ്രമേഹം ഉള്ള ആൾക്കാർ, അധിക രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ, കിഡ്നി സ്റ്റോൺ, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് സാധാരണ ഒരു അസുഖത്തെ പോലെ നമുക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണണം എന്നില്ല. കിഡ്നി ഡിസീസ് പലപ്പോഴും വളരെ സൈലന്റ് ആയിരിക്കും. കിഡ്നിയുടെ പ്രവർത്തനം ഒരു 50% ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ പലപ്പോഴും നമുക്ക് നീരോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ തോന്നത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം അധിക രക്തസമ്മർദ്ദമോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹമോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ കിഡ്നി സംബന്ധമായിട്ടുള്ള പരിശോധനകൾ ചെയ്യണമെന്ന് പറയും. ഈ പരിശോധന എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ മാത്രം മതിയാവത്തില്ല. സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനോ CT സ്കാനോ ഒക്കെ ചെയ്താൽ മാത്രമേ മതിയാവത്തുള്ളൂ.